ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസമേ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അത് നല്ലതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ദോശ ഉണ്ടാക്കുവാണ്. ദോശ ഇവിടെ മിക്കവാറും രാവിലെ സാൻഡ്വിച്ച് അതൊക്കെ തന്നെ ആയിരിക്കും കൂടുതലും. കാരണം മക്കൾക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ കുറച്ച് പാടാണ്. അപ്പം അവർക്ക് കൂടുതലും ഇങ്ങനെ ഈ പാലിൽ ചോക്കോസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നൂഡിൽസ്, ഇങ്ങനെ സാൻഡ്വിച്ച് അതൊക്കെയാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമാകുമ്പോഴേക്കും ഞാനും പിന്നെ ജസ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കുവാണെങ്കിൽ രണ്ടാൾക്കും ദോശയാണെങ്കിലും ഇഷ്ടമാണ്. ഇപ്പം മോനാണെങ്കിൽ കുഴപ്പമില്ല, അവനെ വിശപ്പുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളും. അപ്പോൾ മോൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ പിന്നാലെ കൊണ്ട് നടക്കണം. അപ്പം ഈ ദോശയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ദോശയാക്കി വയ്ക്കും. പിന്നെ എന്നും ആക്കുമ്പോഴേക്കും ഒരു മടിപ്പുണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ ഡെയിലി ആക്കില്ല, അങ്ങനെ മാറ്റി മാറ്റി എന്തെങ്കിലുമൊക്കെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ കൊടുത്തു വിടാനാണെങ്കിലും ഇക്കാക്ക് രാവിലെ കൊടുത്തു വിടാനാണെങ്കിലും ഇങ്ങനെ ദോശൻ്റെ അരിയാട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല എളുപ്പമാണ്. രാവിലെ എഴുന്നേറ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ മതിയല്ലോ. അപ്പം ഫസ്റ്റൊക്കെ ഞാൻ മോന് സ്കൂളിൽ ഇതുപോലെ ദോശയും ഹണി കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കൊടുത്തു വിടുമായിരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയി അവരോടൊക്കെ കാര്യം പറഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ദോശയൊന്നും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഒട്ടും കഴിക്കില്ല. അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ പിന്നെന്തെങ്കിലും ബ്രെഡോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇഷ്ടമുള്ളത് തന്നെ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ബ്രെഡോ നൂഡിൽസോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല, അതുമാതിരി തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ പിന്നെ മോൾക്ക് പിന്നെ രാവിലെ ഈ ഒരു ദോശ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് സ്വന്തമായിട്ടൊക്കെ കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിന്നാലെ ഫുൾ ടൈം ഇങ്ങനെ കൊണ്ട് നടക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പം രാവിലെ ദോശയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറിയൊന്നും കഴിക്കില്ല. ഇന്നിപ്പോൾ പഴമുണ്ട്. അപ്പം പഴം മതി, കറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ദോശപ്പൊടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ അടുത്ത് ചായ ഇടാൻ വേണ്ടിയിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചായ പിന്നെ രാവിലെ ഇപ്പോൾ ഒരു ചായ എനിക്ക് നിർബന്ധമാണ്. അപ്പം ചായ ഇടാനായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മക്കളാണെങ്കിലും പാല് കൊടുത്താലും പാല് തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാലും കുടിക്കാനായിട്ട് പാടാണ്. അതിൽ ചോക്കോസോ കോൺഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കും. അപ്പം ഡെയിലി ഞാൻ അങ്ങനെ കൊടുക്കില്ല. അപ്പം ചിലപ്പം രാവിലെ കൊടുക്കും, ചില ദിവസം ഇങ്ങനെ വൈകിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ചായ മക്കൾക്ക് അങ്ങനെ കൊടുക്കാറില്ല. അപ്പം എനിക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ ചായ ഇടുന്നത്. അപ്പോൾ ദോശയൊക്കെ ഇങ്ങനെ നെയ്യ് നല്ല പ്യുവറായിട്ടുള്ള ഒരു ഗീ എനിക്ക് ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ നിന്ന് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ചിട്ട് ദോശയാക്കുവാണ്. അപ്പം നാട്ടിൽ നിന്ന് ഉമ്മ വന്നപ്പോഴത്തേക്കും ചമ്മന്തി പൊടി ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് എനിക്ക് മാത്രം ആയതുകൊണ്ട് എനിക്കത് മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിപ്പോൾ മോനും ഒന്നും സ്കൂളിൽ പോകണ്ട. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോഴും കുറച്ച് ലേറ്റ് ആകും. മോന് പോകണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് പിന്നെ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം കിടക്കുമ്പോൾ ലേറ്റ് ആവും, പിന്നെ രാവിലെയും എഴുന്നേൽക്കുമ്പോഴൊക്കെ ലേറ്റ് ആവും. ഇന്നിപ്പം എഴുന്നേൽക്കുമ്പോഴും ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ചായയൊക്കെ എടുത്തിട്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്.
ദോശപ്പൊടി ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഒലിവ് ഓയിൽ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ അത് കഴിക്കുക ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള പൊടിയും കൂടിയാണ്. അപ്പം നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി ദോശ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇപ്പം എളുപ്പമായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് തുടച്ച് ക്ലീനാക്കിയൊക്കെ ഇടുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ ക്ലീനാക്കി അങ്ങ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാതി ജോലി അങ്ങ് കുറയും. അത് ക്ലീനായിട്ട് തന്നെ അങ്ങനെ കിടക്കുകയും ചെയ്യും. അതിൻ്റെ ആ തേയിലയും ഒക്കെ കളഞ്ഞിട്ട് ആ ഒരു ഭാഗമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മളിപ്പം കഴിക്കാനായിട്ട് പോവാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടിയാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കഴിച്ച പാത്രങ്ങൾ കഴുകാനും പിന്നെ ഫുള്ള് ക്ലീനിങ് ചെയ്യും. ഫുള്ള് പൊടിയടിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ പിന്നെ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് പിന്നെ അടുത്ത് ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ആക്ച്വലി ഒന്നും ഉണ്ടാക്കേണ്ട, കാരണം തലേ ദിവസം ഉണ്ടാക്കിയ ചോറും കറികളും ഒക്കെ ബാക്കിയുണ്ട്. അപ്പം ഫിഷ് കറി കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഴിച്ച് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നു. അപ്പം ഒരു മുരിങ്ങയ്ക്ക വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങയ്ക്കയും പരിപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ കറിയാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് പരിപ്പ് മറ്റേ റെഡ് കളർ ദാലുണ്ടല്ലോ, അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും പിന്നെ ഒരു മുരിങ്ങയ്ക്കയും പിന്നെ 2 പച്ചമുളകും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഒരു 2 വിസിലൊക്കെ വരുമ്പോഴത്തേക്കും 2-3 വിസിൽ വരെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അത് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ചോറും ഇതുപോലെ കുറച്ച് ചോറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ചോറ് വെക്കാനായിട്ട് അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചോറ് വയ്ക്കുകയാണ്. പിന്നെ തലേ ദിവസം ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അയല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും രണ്ടും ഇരിക്കുന്നുണ്ട്. തോരനും ഫിഷ് ഫ്രൈയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മക്കൾ പിന്നെ തൈരും ഒരു തോരനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. വെറും തൈരും ചോറും കൊടുത്തു കഴിഞ്ഞാലും അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വേറൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ചോറും ആക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക്. പിന്നെ ആ ഒരു കറിക്ക് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കി എടുക്കുവാണ്. അതിനായിട്ടൊരു അരമുറി ഇല്ല, അതിലും കുറച്ച് ഒരു കാൽമുറിയൊക്കെ ഉണ്ട്. അത്തിരി തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് 2 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒതുക്കി എടുത്തിട്ട് ഇത് വെന്ത് അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ആ ഒരു അരപ്പ് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് റെഡി ആയിട്ടില്ല, മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഇതുണ്ടല്ലോ കടുകൊക്കെ വറുത്ത് താളിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി ഇത് നല്ല ടേസ്റ്റാണ് ചോറിന്, വേറെ ഒന്നും വേണ്ട. ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണിത്. നമ്മുടെ അല്ലാതെ ഈ റെഡ് ദാലല്ലാണ്ട് മറ്റേ യെല്ലോ കളർ ദാലുണ്ടല്ലോ അത് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് ചപ്പാത്തീൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണെങ്കിലും ഈ കറി നല്ല ടേസ്റ്റാണ്. ഇപ്പം ഈ മുരിങ്ങയ്ക്കയ്ക്ക് പകരം നമ്മുടെ മുരിങ്ങ ഇലയോ അല്ലാണ്ട് മറ്റേ പാലക്കുണ്ടല്ലോ പാലക്കിൻ്റെ ഇലയും അങ്ങനെയൊക്കെ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തീൻ്റെ കൂടെയും അല്ലാണ്ട് അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് ഈ കറി നല്ല ടേസ്റ്റാണ്. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഫിഷ് കറി തലേ ദിവസത്തെ കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കാനായിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ മറ്റതിന് കടുവറുക്കാനായിട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ദാല് കറിക്ക് വേണ്ടിയിട്ട്, ദാലല്ല പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചോറ് ഇങ്ങനെ വിസിലൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. വിസിൽ കേട്ട്
വിസിൽ പോയ ഉടനെ ഞാൻ ഓപ്പൺ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഈ അരി പെട്ടെന്ന് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോറ് ആയി കിട്ടും. അപ്പോൾ പിന്നെ എല്ലാം ചൂടാക്കിയിട്ടൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾക്ക് തൈരും ഈ തോരനും മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറിയൊന്നും വേണ്ട, എങ്കിൽ കഴിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈരും ചോറും കൂടി വെച്ചിട്ട് തൈരും ചോറും തോരനും കൂടെ വെച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എരിവ് തട്ടുവാണെങ്കിൽ പിന്നെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയതിന് ശേഷം പിന്നെ ഞാനും ഫുഡ് കഴിക്കുവാണ്. പിന്നെ ഇക്കാക്കിന്ന് പോകണം. അപ്പം ഇക്ക എത്തുമ്പം കുറച്ച് ലേറ്റാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഇക്കാക്കും ഫുഡ് റെഡിയാക്കിയാൽ മതിയല്ലോ. പിന്നെ ചോറൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വൈകിട്ടൊന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നെസ്റ്റോയിലേക്കാണ്. അപ്പോൾ നെസ്റ്റോയിൽ വരുമ്പോഴത്തേക്ക് തന്നെ ഫ്രണ്ടിൽ ഈ ഒരു ഇങ്ങനെ ഈ ടോയ് വെച്ചിട്ടുള്ളതുകൊണ്ട് ഫസ്റ്റ് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിട്ട് മാത്രമേ രണ്ടാളും ഐസായാണെങ്കിലും അസാനാണെങ്കിലും ഇങ്ങനെ അകത്തേക്ക് കയറുള്ളൂ. അപ്പോൾ അസാൻ ഇങ്ങനെ വന്നപ്പോഴേക്കും അവിടെ വേറെ ഒരു മക്കൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ മാറിക്കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ലാസ്റ്റ് രണ്ടാളും കൂടി കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറി വരിക ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നെസ്റ്റോയിൽ പോയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. പൊതുവേ ഈ സഫാരിയിൽ പോകുമ്പോൾ ഇച്ചിരി സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു തിരക്കാണെങ്കിലും അധികം അറിയില്ല. പക്ഷേ നെസ്റ്റോയിൽ ഒരു വെജിറ്റബിൾ സെക്ഷനിലും ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലും ഒക്കെ പോയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്രാവശ്യം. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇവരുടെ ഒരു ചോക്ലേറ്റ് എടുക്കുന്ന ഒരു സെക്ഷനുണ്ട്. അവിടെ നിന്ന് ഈ ഒരു ബാഗിൽ ജെല്ലിമിഠായി ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഐസ ഇപ്പം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഈ ബാഗ് കാണുമ്പോഴത്തേക്കും പതിയെ അങ്ങെടുത്തങ്ങ് ഇങ്ങനെ തോളിലേക്ക് ഇടും. ഇങ്ങനെ പുറത്തിറങ്ങാനുള്ള സമയമാകുമ്പോഴത്തേക്കും തിരിച്ചങ്ങ് വെച്ചിട്ട് ഇറങ്ങി വരും. ആ ഒരു ബാഗ് ഇങ്ങനെ തൂക്കി നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അവിടുന്ന് ഗ്രോസറി ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോസ്റ്റഡിൻ്റെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.